ചീമച്ചക്ക വറുത്തരച്ച കറി ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ അതിന് ഇത്രയും ചീമച്ചക്ക ഞാൻ ചട്ടിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ചീമച്ചക്ക കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചട്ടി അടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വെന്തിട്ട് വരുമ്പം ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം. ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. അപ്പം നമ്മൾ വറുത്തരച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, തേങ്ങ, കുറച്ച് പെരിഞ്ചീരകം എല്ലാം കൂടി വറുത്തിട്ടാണ് ഞാനിത് വറുത്ത് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ പെട്ടെന്നൊക്കെ ഇങ്ങനെ കറി വെക്കാനായിട്ടൊക്കെ ഞാൻ തേങ്ങയും ഉള്ളി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ കുഞ്ഞായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ കൂടെ ചേർത്ത് വറുത്ത് വെക്കും. തേങ്ങ, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്ത് വറുത്ത് ഒരു ഡപ്പയിലാക്കി വെക്കുവേ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കറികളൊക്കെ വെക്കാൻ വേണ്ടി ഞാൻ അരപ്പ് റെഡിയാക്കി എടുക്കും. ചക്ക ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അരപ്പ് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തേ. ഞാൻ ഇറച്ചിയൊക്കെ വെക്കുമ്പോഴാണ് ഇത് വെക്കുന്നത്. അപ്പോൾ അരപ്പ് ഞാനതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചക്കയുടെ കറി ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഞാൻ അരപ്പെല്ലാം കൂടിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തേ. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരും കേട്ടോ. അപ്പോഴത്തേക്ക് ഇതിൻ്റെ മേലെ കുറച്ച് കടുകൊക്കെ വറുത്തിടും. നന്നായിട്ട് തിളച്ച് പറ്റിയിട്ട് വരട്ടെ. ഞാൻ അധികം ഇങ്ങനെ ഗ്രേവി വെക്കത്തില്ല, കുറച്ച് ഗ്രേവി വെക്കത്തുള്ളൂ. അപ്പോൾ ഇത് നല്ലതായിട്ട് തിളച്ച് പറ്റി വരട്ടെ. അപ്പോൾ നമ്മുടെ ചീമച്ചക്ക കറി, വറുത്തരച്ച കറി ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കടുക് വറുത്തതിൻ്റെ മീതെ ഒഴിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണേ, ലൈക്കും ചെയ്ത് കമൻറ്റും പറയണേ. വറുത്തരച്ച ചീമച്ചക്ക കറി ഇങ്ങനെ വന്നിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാലും എന്തായാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. പിന്നെ എനിക്ക് ലൈക്കും ബെൽ ബട്ടണും കൂടി അമർത്താൻ മറക്കരുതേ.